നമ്മുടെ രാജ്യത്തിന് വിപുലമായ കാലി സമ്പത്തുണ്ടെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കറവമാടുകളുടെ ഉൽപ്പാദനം തുലവും കുറവാണ്. എന്നാൽ കേരളത്തിൽ 80% കന്നുകാലികളും സങ്കര ഇനങ്ങളാണ്. എന്നിട്ട് കൂടി ഇവിടത്തെ കാലികളുടെ പാൽ ഉൽപാദന ശേഷി പ്രതീക്ഷിച്ചത്ര ഉയർന്നിട്ടില്ല. വർദ്ധിച്ചു വരുന്ന ജനപ്പെരുപ്പം മൂലം കന്നുകാലികൾക്കുള്ള മേച്ചിൽ സ്ഥലങ്ങൾ കുറഞ്ഞു വരുന്നതും കാലിത്തീറ്റയുടെ വില വർധനവും ക്ഷീരമേഖല നേരിടുന്ന പ്രതിസന്ധികളാണ്. ശാസ്ത്രീയ പരിപാലന രീതികളുടെ ബോധവൽക്കരണമില്ലാത്തതും ഈ മേഖലയുടെ പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും അടുത്ത കാലത്തായി യുവാക്കളും വിദേശ മലയാളികളും സ്വാശ്രയ സംഘങ്ങളും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഡയറി ഫാമുകൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ കാലം അമേരിക്കയിൽ ജോലി ചെയ്ത ശേഷം മടങ്ങി വന്ന് സ്വന്തം നാട്ടിൽ പശു വളർത്തലും കോഴി വളർത്തലും കൃഷിയിലും ഏർപ്പെട്ടിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ മലയോര ഭൂമിയായ പുറമറ്റം തെക്കേ നെടുമ്പ്ളാക്കൽ വീട്ടിലെ മത്തായി എന്ന വിദേശ മലയാളി. സാറിൻ്റെ കുടുംബ പശ്ചാത്തലത്തെ പറ്റി ഒന്ന് പറയാമോ? ഞാൻ ജനിച്ചതും വളർന്ന ഒരു കാർഷിക കുടുംബത്തിലാണ്. കാർഷിക വൃത്തി അന്നത്തെ കാലത്ത് വളരെയധികം, അതായത് 60 വർഷം 65 വർഷം 70 വർഷം പഴയ കഥയാണ്. അന്ന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന ഒരു ഫീൽഡായിരുന്നു കാർഷിക വൃത്തി. എന്നാൽ ഇന്ന് അത് ക്ഷോഭിച്ചു വന്നു. എൻ്റെ പാരമ്പര്യം പറഞ്ഞാൽ കർഷക കുടുംബത്തിൽ ജനിച്ചു, കാർഷിക വൃത്തി ചെറുപ്പം മുതൽ കണ്ടു, പഠിച്ചു, വളർന്നു, ജോലി നോക്കിപ്പോയി, മറ്റ് രാജ്യങ്ങളിൽ പോയി തിരിച്ചു വന്നു, മനസ്സിനിണങ്ങിയ ഒരു പണി കണ്ടുപിടിച്ചു, അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. സംതൃപ്തനാണ്. അതിനകത്ത് കാർഷിക വൃത്തിയുണ്ട്, എല്ലാ പണികളുമുണ്ട്, എല്ലാം യോജിച്ചൊത്തൊരുമിച്ച് വന്നു, അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. പാരമ്പര്യമായ താല്പര്യമാണ് മത്തായിയെ ക്ഷീരമേഖലയിലേക്ക് എത്തിച്ചത്. നീണ്ട 30 വർഷം അമേരിക്കൻ മണ്ണിൽ പ്രവാസി ജീവിതം നയിച്ചുവെങ്കിലും പശു വളർത്തലിനോടുള്ള ആഭിമുഖ്യവും ചെറിയുടെയും ചെളിയുടെയും മണവും നിറവുമൊക്കെ മത്തായിയെ നാട്ടിലേക്ക് മടക്കി വിളിക്കുകയായിരുന്നു. സ്വന്തമായുള്ള നിരീക്ഷണ ബുദ്ധിയും നിശ്ചയദാർഢ്യവും കൈമുതലാക്കി ആധുനിക സാങ്കേതിക സംവിധാനത്തിലുള്ള പശു പരിപാലന രീതി നടപ്പാക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. കന്നുകാലികളുടെ ആരോഗ്യത്തെയും ഉൽപാദനത്തെയും പാലിന്റെ ഗുണമേന്മയെയും നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണ് തൊഴുത്ത്. സ്വന്തമായുള്ള 4 ഏക്കറിന്റെ ഒത്തനടുക്കാണ് ഫാം സ്ഥിതി ചെയ്യുന്നത്. സങ്കര ഇനം HF ആണ് എണ്ണത്തിൽ കൂടുതൽ. കൂടാതെ വെച്ചൂർ, കപില, ചെറുവള്ളി, നാടൻ ജേഴ്സി ഉൾപ്പെടെ 62 പൂവാലികളാണുള്ളത്. 14 അടി ഉയരമുള്ള തൊഴുത്തിന് 45 അടി നീളവും 28 അടി വീതിയുമാണുള്ളത്. ചൂട് നിയന്ത്രിക്കാൻ കഴിവുള്ള ഷീറ്റുകൾ പാകി അതിന് കീഴെ ചൂട് കുറയ്ക്കാൻ നെറ്റ് വിരിച്ച് തൊഴുത്തിന്റെ മേൽക്കൂര തീർത്തിരിക്കുന്നു. തുറസായ നിർമ്മാണ രീതി കാറ്റിന്റെയും വെളിച്ചത്തെയും യഥേഷ്ടം തൊഴുത്തിലേക്ക് എത്തിക്കുന്നു. 2 നിരകളിലായി പുറത്തേക്ക് അഭിമുഖമായാണ് പശുക്കളെ തൊഴുത്തിൽ കെട്ടിയിരിക്കുന്നത്. സദാസമയം കാറ്റ് കിട്ടുന്നതിലേക്കായി ഫാൻ, കോൺക്രീറ്റ് തറയിൽ റബ്ബർ മെത്തകൾ, അവശിഷ്ടങ്ങൾ ഒഴുകിപ്പോകുന്നതിനുള്ള ഓവ്, ഓട്ടോമാറ്റിക് ഡ്രിങ്കിംഗ് സിസ്റ്റം, കൂടാതെ ഏത് സമയവും സംഗീതം ഈ തൊഴുത്തിലെ മറ്റൊരു പ്രത്യേകതയാണ്. ഈ പശുക്കളുടെ തീറ്റിക്രമങ്ങളെപ്പറ്റി ദിവസേനയുള്ള ഒന്ന് വിശദീകരിക്കാം. ഞാൻ തീറ്റിക്രമം എന്ന് പറയുമ്പോൾ അതിന് പാല് കറവ് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് രാവിലെ ഒരു 3:30-3:45 ആകുമ്പോൾ എൻ്റെ തൊഴുത്തിലെ ജീവിതം ആരംഭിക്കുകയാണ്. ഓരോ ദിവസവും അത് രാവിലെ കൂട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പശുവിനെ കറവ, മിഷൻ കറവയാണ് പശുവിനെ കറവ. അത് കഴിഞ്ഞിട്ട് അതിന് തീറ്റ കൊടുക്കുക എന്ന് പറയുന്ന പിണ്ണാക്ക് കൊടുക്കുക. പിണ്ണാക്കിന് ശേഷം അതിന് പുല്ലോ വൈക്കോലോ എന്താണെന്ന് അതത് ദിവസം സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്ന അനുസരിച്ച് അവർക്ക് തീറ്റ കൊടുക്കുക. അതിനുശേഷം അവർ സുഖമായിട്ട് റെസ്റ്റ് ചെയ്യുക. ഇതിനിടയ്ക്ക് പശുവിനെ കറക്കുന്നതിന് മുമ്പ് പശുവിനെ കുളിപ്പിക്കുക മുതലായ ക്രമങ്ങളും ഉണ്ട്. ഇതിന് സഹായത്തിന് എത്ര ആൾക്കാർ കൂടെ ഉണ്ട് ഇപ്പോൾ? സഹായത്തിന് എന്നോടൊപ്പം
ഒരു 3 പേരൂടെ ഉണ്ട്. ഞാൻ കൂടുതൽ സഹായിക്കാറില്ല, എന്നിരുന്നാലും ഫുൾ ടൈം ഞാനിവിടെ ഉണ്ട്. ബ്രാഹ്മമുഹൂർത്തത്തിൽ ആരംഭിക്കുന്നു മത്തായിയുടെയും സഹായികളായ ഫാമിലെ മറ്റ് 3 പേരുടെയും ജോലികൾ. എല്ലാവരും ചേർന്ന് തൊഴുത്ത് കഴുകി വൃത്തിയാക്കി പശുക്കളെല്ലാം കുളിപ്പിച്ചതിന് ശേഷം കറവയന്ത്രം ഉപയോഗിച്ച് പാൽ കറക്കുന്നു. ദിവസവും 2 നേരത്തെ കറവയിലൂടെ ശരാശരി 200 ലിറ്റർ പാലാണ് ഈ നന്ദിനി പശുക്കൾ ചുരത്തുന്നത്. കറന്നെടുത്ത പാൽ സ്വന്തമായി തന്നെ അരിച്ചെടുത്ത് കുപ്പികളിൽ അളന്നൊഴിച്ച് വിൽപ്പന നടത്തുന്നതും മത്തായിയാണ്. 100 ലിറ്റർ പാൽ അയൽവക്കക്കാർക്ക് 50 രൂപ നിരക്കിലും ബാക്കി വരുന്ന പാൽ 30 രൂപ നിരക്കിൽ സൊസൈറ്റിയിലും വിറ്റുപോയിരുന്നു. ആയിരൂർ മൃഗാശുപത്രിയിലെ സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ സൂസൻ ജോസഫിന്റെ പ്രോത്സാഹനവും സഹായങ്ങളും മത്തായിക്ക് ഈ രംഗത്ത് മുതൽക്കൂട്ടായി മാറി. ഇപ്പോൾ വേനൽക്കാലം കഴിഞ്ഞു, മഴക്കാലമായിരിക്കുകയാണ്. ഇപ്പോൾ പശുവിനെ പരിപാലിക്കുന്നവർക്ക് എന്താണ് പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ളത്? സാധാരണ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ രോഗം വരാറുള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ഈ ഫാമിലെ വൃത്തിയാണ് ഏറ്റവും പ്രധാനം. പല രോഗങ്ങൾ ഈ മഴക്കാലത്ത് വരും. അകിട് വീക്കം, പിന്നെ കുളമ്പ് രോഗം, പിന്നെ ഈ പുഴുക്കൾ, മുറിവായിട്ട് പുഴുക്കൾ. അങ്ങനെ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക. കഴിവതും തറ ഡ്രൈ ആയി വെക്കാൻ ശ്രദ്ധിക്കുക. മാഡം, ഈ മഴക്കാലത്ത് എന്തൊക്കെയാണ് തീറ്റയിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ? മഴക്കാലത്ത് നമുക്ക് പച്ചപ്പുൽ ധാരാളമായി കിട്ടും. അപ്പോൾ പച്ചപ്പുല്ല് ധാരാളമായി കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ കോൺസെൻട്രേറ്റ് മിക്സ്ചറും കൊടുക്കുക. കച്ചിയുടെ അളവ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുറയ്ക്കാവുന്നതാണ്. ഈ വേനൽക്കാലത്തും മഴക്കാലത്തും പശുവിനെ കുളിപ്പിക്കുന്നതിലുള്ള വ്യത്യാസങ്ങൾ ഏതൊക്കെ രീതിയിലാണ്? സാധാരണ വേനൽക്കാലത്ത് നമ്മൾ 4-5 പ്രാവശ്യം പശുവിനെ നനച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും കറവയ്ക്ക് മുമ്പേ ആയിട്ട് നമുക്ക് കുളിപ്പിച്ചാൽ മതി. എന്തെങ്കിലും മരുന്നുകൾ എന്തൊക്കെയായാലും കൊടുക്കേണ്ടതായിട്ടുണ്ടോ പ്രത്യേകം മഴക്കാലത്ത്? എല്ലാ പശുക്കൾക്കും വിരയിളക്കാൻ മരുന്ന് കൊടുക്കണം. മഴക്കാലത്ത് പാലിൻ്റെ അളവ് കൂടുകയും അതിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം വരികയും ചെയ്യുന്നുണ്ടോ? മഴക്കാലത്ത് ധാരാളം പച്ചപ്പുല്ലുള്ളതിനാൽ പാലിൻ്റെ അളവ് കൂടും. പാലിൻ്റെ അളവ് കൂടുമ്പോൾ ചിലപ്പോൾ ഒരു ഫാറ്റിൽ ഒരു ചെറിയ നേരിയ കുറവ് വരും. അതിന് നമ്മൾ പശുവിന് വൈകുന്നേരം രാത്രിയിൽ കച്ചി കൊടുക്കുക. കച്ചിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, ഫാറ്റ് ഇൻക്രീസ് ചെയ്യും. പരുത്തിപ്പിണ്ണാക്ക്, തവിട്, ധാന്യപ്പൊടികൾ എന്നിവ വെള്ളമൊഴിച്ച് കുഴച്ചാണ് പശുക്കൾക്ക് കൊടുക്കാറുള്ളത്. ഇതിനു പുറമെ ഒരു നേരം വൈക്കോലും ഒരു നേരം ചാഫ് കട്ടറിൽ അരിഞ്ഞ CO3 ഇനം തീറ്റപ്പുല്ലും തമിഴ്നാട്ടിലെ തേനി കമ്പം ഭാഗത്തു നിന്നും വാങ്ങുന്ന പച്ചച്ചോളവും കൊടുക്കാറുണ്ട്. ഇവിടെ മത്തായി സാറിൻ്റെ ഈ ഫാമിൽ ഞാൻ ശ്രദ്ധിച്ചു, നമുക്കിവിടെ ചോളം അധികമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ചോളം സാധാരണ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് കൊടുക്കാറുള്ളത്. കൂടുതലും തമിഴ്നാട്ടിലാണ് കൊടുക്കാറുണ്ട്. ചോളം പശുവിന് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ പാലിൽ ഫാറ്റ് കൂടും. പാലിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഫാമിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ഒന്നും പാഴാക്കി കളയുന്നില്ല. തൊഴുത്തിൽ നിന്നുള്ള മൂത്രവും വെള്ളവും 2 റിംഗ് ടാങ്കുകളിൽ ശേഖരിച്ച് അതിൽ നിന്ന് പൈപ്പ് വഴി പുൽത്തോട്ടത്തിലേക്ക് ഒഴുക്കിവിടുന്നതിനാൽ വർഷം മുഴുവൻ വിളവ് ലഭിക്കുന്നു. തീറ്റ ചെലവ് കുറയ്ക്കുന്നതിലേക്കായി തൊഴുത്തിനോട് ചേർന്നുള്ള 1 ഏക്കർ സ്ഥലത്ത് CO3 ഇനം തീറ്റപ്പുൽ കൃഷി ചെയ്യുന്നു. തൊഴുത്തിനോട് ചേർന്ന് തന്നെ മണ്ണിര കമ്പോസ്റ്റ് ടാങ്കും നിർമ്മിച്ചിട്ടുണ്ട്. തൊഴുത്തിലെ ചാണകവും പച്ചില വേസ്റ്റും വാഴപ്പിണ്ടിയും ഉപയോഗിച്ചാണ് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം. ഉറുമ്പ് പോലുള്ള കീടങ്ങളുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ ടാങ്കിന് ചുറ്റും വേപ്പണ്ട വെട്ടിയിരിക്കുന്നു. ഫാമിനോട് ചേർന്ന് തന്നെ സെറി ടാങ്കും ബയോഗ്യാസ് പ്ലാന്റും സ്ഥാപിച്ചിട്ടുണ്ട്. വീട്ടാവശ്യത്തിനുള്ള ഗ്യാസ് പ്രവർത്തിക്കുന്നത് ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ വിവിധതരം അലങ്കാര കോഴികളെയും നാടൻ കോഴികളെയും കണ്ടു. അത് എന്താ ലാഭകരമായ ബിസിനസ്സാണോ ഇതിൻ്റെ ഉദ്ദേശം, അതോ കൗതുകത്തിന് വേണ്ടിയാണോ? ഇവിടെ അതിനുത്തരം പറഞ്ഞാൽ ഞാനിവിടെ വളർത്തുന്ന യാതൊരു സാധനവും ഫിനാൻഷ്യൽ ബെനിഫിറ്റിന് വേണ്ടിയല്ല. 2 കൗതുകത്തിനാണോ എന്ന് ചോദിച്ചാൽ ആത്മസംതൃപ്തിക്കാണെന്ന് ഞാൻ മറുപടി പറയും. കാരണം അതുങ്ങളുമായിട്ട് സഹകരിച്ചു പോകുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് ജീവിതത്തിൽ അനുഭവപ്പെടുന്നത്. എല്ലാവർക്കും അനുഭവപ്പെടുന്നത്, എനിക്ക് തന്നെയല്ല,
അതിനോട് പ്രതിപത്തിയോടുകൂടി ആരൊക്കെ സമയം ചെലവഴിക്കുന്നോ അവർക്കെല്ലാം അത് ആത്മസംതൃപ്തി ഉണ്ടാക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതൊക്കെ തരം കൗതുക കോഴികളാണ്, അലങ്കാര കോഴികളാണ് ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്? എനിക്കിവിടെ ഒരുവിധപ്പെട്ട അലങ്കാരക്കോഴി, ഒരുവിധപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒത്തിരി ഇനമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട 10 ഇനമെങ്കിലും എൻ്റെ കയ്യിൽ കാണും. അതിൽ കരിങ്കോഴി ഉൾപ്പെടെ എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് അഭിമാനപൂർവ്വം പറയുന്നു. ഈ കരിങ്കോഴിയുടെ ഇറച്ചിക്കും കറുത്ത നിറമാണെന്ന് കേട്ട്, നേരാണോ? കരിങ്കോഴിയുടെ ഇറച്ചി, കാല്, നഖം വരെ കറുത്താണെന്നാണ് ഞാനും കേട്ടിരിക്കുന്നത്. അത് ഏറെക്കുറെയൊക്കെ വാസ്തവമാണ്. എന്നാൽ കരിങ്കോഴിയുടെ മുട്ട മാത്രം വെളുത്തതാണ്. അത് എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തുമില്ല. ഇതെന്തെങ്കിലും ഔഷധ ഗുണമുള്ളതാണോ ഇതിൻ്റെ ഇറച്ചിക്ക്? അതിന് വളരെയധികം ഔഷധ ഗുണം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കരിങ്കോഴി രസായനമെന്നും കരിങ്കോഴി ലേഹ്യമെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. അത് കരിങ്കോഴി അതിൻ്റെ ഒരു ഭാഗമായിരിക്കണമല്ലോ ന്യായമായിട്ടും. അതുകൊണ്ട് അതിന് ഔഷധ ഗുണമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം എനിക്കറിയാം, മനുഷ്യനോട് ഇണങ്ങുന്ന ഒരു ജാതിയല്ല കരിങ്കോഴി. അത് മനുഷ്യനെ കാണുമ്പം പറന്ന് പെരപ്പുറത്ത് കയറുന്ന, അതാണ് അതിൻ്റെ സ്വഭാവം. വിവിധ തരം കോഴികളുടെ ഒരു സംഘത്തെയും ഇവിടെ പരിപാലിക്കുന്നു. സിർമ, പോളിക്യാപ്പ്, ബ്രഹ്മ, മെല്ലിഫ്ലോർ, ഓങ്കഡോറി, അമേരിക്കൻ പഫ് തുടങ്ങിയ അലങ്കാര കോഴികളും ഔഷധ ഗുണമുള്ള കരിങ്കോഴികൾ, നാടൻ ഇനത്തിൽപ്പെട്ട വിവിധ മുട്ടക്കോഴികൾ, കൂടാതെ കോഴിക്കോടിനോട് ചേർന്ന് തന്നെ 40ഓളം താറാവുകളിൽ വളർത്തുന്നുണ്ട്. ഇവകൾക്ക് നീന്തി തുടിക്കാൻ ഒരു ചെറു കുളവും സജ്ജമാക്കിയിട്ടുണ്ട്. ഇവയെല്ലാം ഈ കർഷകന്റെ കാർഷിക കാട്ടിലെ അംഗങ്ങളാണ്. അലങ്കാര കോഴികളുടെയും നാടൻ കോഴികളുടെയും താറാവുകളുടെയും കുഞ്ഞുങ്ങളെ ഒരേ സമയം 54 മുട്ടകൾ വിരിയിച്ചെടുക്കാൻ ശേഷിയുള്ള ഒരു ചെറു ഇൻക്യുബേറ്ററും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുമ്പോൾ താപനില, ഈർപ്പം, മുട്ട അടുക്കുന്ന രീതി, മുട്ടകളുടെ സ്ഥാനചലനം, വായു സഞ്ചാരം എന്നിവയിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. കോഴിക്കും താറാവിനും പശുവിനുമൊക്കെ തീറ്റയ്ക്കായി ശുദ്ധജലത്തിൽ വളരുന്ന പായൽ വർഗത്തിൽപ്പെട്ട ചെറു സസ്യമായ അസോളയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് 10 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളം കെട്ടി നിർത്തി അതിൽ 1-2 പിടി അസോള വിതറിയാൽ 2 ആഴ്ചയ്ക്കകം ഉപരിതലം മുഴുവൻ അസോള നിറയുകയും പ്രതിദിനം 500-600 ഗ്രാം വാരിയെടുക്കാവുന്നതുമാണ്. 14 അടി നീളത്തിലും 6 അടി വീതിയിലും നിർമ്മിച്ചിട്ടുള്ള ഈ ചെറുകുളത്തിൽ നാടൻ മൃഗയും മത്തായി വളർത്തുന്നു. പക്ഷികളിൽ നിന്നും മറ്റും ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ കുളത്തിനു ചുറ്റും നെറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. കടലപ്പിണ്ണാക്കും തവിടും പ്രത്യേക മത്സ്യതീറ്റയുമാണ് കൊടുക്കാറുള്ളത്. ഇതെല്ലാം നിരീക്ഷിക്കാനായി പുരയിടത്തിന്റെ പല ഭാഗങ്ങളിലും ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട്. പശുവായി, കോഴിയായി, താറാവായി, വളർത്തും മീനുകളായി, ഇനിയും ജൈവരീതിയിൽ ഉൽപ്പാദിക്കപ്പെടുന്ന പച്ചക്കറികൾ കുറേ ഞങ്ങൾ കണ്ടു. അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ കാര്യങ്ങളൊന്ന് പറയാം. ഇവിടെ ജൈവ രീതിയിലുള്ള കൃഷികൾ മാത്രമേ ഉള്ളൂ. അത് മൃഗങ്ങളായാലും മനുഷ്യനായാലും കോഴിയായാലും താറാവായാലും മുഴുവൻ ജൈവമാണ്. ഇനി ഇവിടെ പുല്ല് വെച്ചിട്ടുണ്ട് ഞാൻ. പുല്ലിന് കൂട് കഴുകുന്ന വെള്ളം, കൂട് കഴുകുന്ന ചാണകം, പശുവിൻ്റെ മൂത്രം, ഇതെല്ലാം കൂട് കഴുകുന്ന വെള്ളം അതേപടി ഇത് പുല്ലിന് പോവുകയാണ്. ഇനി അതുകൂടാതെ ഗോബർ ഗ്യാസ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി സ്ലറി വരുന്നു. സ്ലറി മുഴുവൻ പമ്പ് ചെയ്ത് പുല്ലിന് വിടുകയാണ്. ഇത് രണ്ടും കൂടെ ആയി കഴിയുമ്പോൾ എനിക്ക് പശുവിൻ്റെ തീറ്റ ധാരാളം. പിന്നെ മറ്റ് കൃഷികൾ അവനവൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള സർവ്വ കൃഷിയും ഞാൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഇത്? ഇവിടെ വെണ്ട, വഴുതന, പാവല്, പയറ് എന്ന് വേണ്ട സർവ്വ കൃഷി, യു നെയിം ഇറ്റ്, ഐ ഗോട്ട് ഇറ്റ്. അതാണ് ഇവിടുത്തെ രീതി. അത് എനിക്ക് തന്നെയല്ല, ഉണ്ടാകുന്നത് ധാരാളമായിട്ടുണ്ടാകും. ഉണ്ടാകുന്നത് കൂടുള്ളവർക്കും നാട്ടുകാർക്കും ആർക്കെങ്കിലുമൊക്കെ പ്രയോജനകരമാകത്തക്ക രീതി ഞാനത് കൈകാര്യം ചെയ്യും. അത് നഷ്ടപ്പെടുത്തുകയില്ല, നഷ്ടപ്പെടുത്താതെ അത് കൈകാര്യം ചെയ്യും.
അതാണ് ഇവിടുത്തെ രീതി. ഈ പുരയിടത്തിൽ ഇല്ലാത്ത കൃഷികളും അപൂർവം. വെണ്ട, വഴുതിന, പാവൽ, ചേന, പയർ, മഞ്ഞൾ, കറിവേപ്പില, മരച്ചീനി, മുരിങ്ങ, അമ്പഴം, പശുക്കളുടെ അകിടുവീക്കത്തിന് പുറമെ പുരട്ടുന്ന പച്ചക്കർപ്പൂരം, 365 ദിവസവും വിളവ് ലഭിക്കുന്ന കുരുമുളക്, പനിക്കൂർക്ക, വിവിധ തരം പേരയ്ക്ക, വിദേശ ഫലവർഗത്തിൽപ്പെട്ട റംബൂട്ടാൻ എന്നിങ്ങനെ ഇവയെല്ലാം ചേർന്ന് ഒരു വനത്തിന്റെ പ്രതീതി നൽകുന്നു. ഫാമിലേക്കും കൃഷിയിടത്തിലും വേണ്ടുന്ന കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ്ജം ഉപയോഗിച്ചാണ്. പശുക്കളും കോഴികളും താറാവുകളും പച്ചക്കറികളും മീനുകളുമായി മത്തായി ഇവിടെ തിരക്കിലാണ്. ഒപ്പം തന്നെ ഫാമും കൃഷിയിടവും കാണാനും അത് മനസ്സിലാക്കാൻ വരുന്നവർക്ക് വേണ്ട സഹായവും ഉപദേശവും നൽകാൻ ഈ കർഷകൻ സമയം കണ്ടെത്തുന്നു. (2013-14) ജില്ലയിലെ മികച്ച ക്ഷീരകർഷകനുള്ള പുരസ്കാരം, ആത്മയുടെ മികച്ച കർഷകനുള്ള പുരസ്കാരം തുടങ്ങിയ മത്തായിയുടെ കാർഷിക സമർപ്പണത്തിനുള്ള അംഗീകാരങ്ങളായി. 68 വയസ്സിലും ഈ പശുവിനെയും ഈ കോഴിയെയും ഈ താറാവിനെയും ഈ മീനും ഈ കൃഷികളും എല്ലാം നോക്കി നടത്താൻ ഇത്രയും കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. ഇത് തിരിഞ്ഞു നോക്കുമ്പോൾ സാർ എത്രമാത്രം സംതൃപ്തനാണ്? എൻ്റെ മുൻകാല ചരിത്രത്തിലോട്ട് നോക്കിയാൽ ജോലി ചെയ്ത കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഞാൻ 100% സംതൃപ്തനാണ്. അതിലുപരി ഇതിൽ നിന്നുള്ള ആദായം ഭയങ്കരമായ ഭീമമായ ആദായമാണ്. ഇതിലൊരാൾ ഇറങ്ങിത്തിരിച്ചാൽ ഒരു രീതിയിലും കാല് പുറകോട്ട് വലിക്കുകയില്ല, മുൻപോട്ട് മാത്രമേ ചലിക്കത്തുള്ളൂ. ആദായം തന്നെ നോക്കിയല്ല ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ സൈഡാണ് ഞാൻ പറഞ്ഞത്. ആദായം നോക്കുന്ന ഒരാളിന് വേണമെങ്കിലും ഈ ഫീൽഡിൽ ഇറങ്ങിത്തിരിക്കാം. അതുമാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പറയുന്നത്. എന്നാൽ എന്നെ സംബന്ധിച്ച് ആദായമല്ല, ആത്മസംതൃപ്തിയാണ് മുഖ്യം. അതെനിക്ക് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതനുസരിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. പക്ഷി മൃഗാദികളെയും മണ്ണിനെയും സ്നേഹിച്ചുകൊണ്ടുള്ള കാർഷിക വൃത്തിയിൽ നിന്നും ലഭിക്കുന്ന ജീവിതാനന്ദവും ആത്മസംതൃപ്തിയും മറ്റൊരു മേഖലയിൽ നിന്നും ലഭിക്കില്ല എന്ന് ഈ മുതിർന്ന കർഷകൻ തന്റെ പിൻവഴികളെ ചൂണ്ടിക്കാട്ടി ഉറപ്പിച്ചു പറയുന്നു. ആ സായുധ്യം വരണമെങ്കിൽ പക്ഷിമൃഗാദികളെയും മണ്ണിനെയും അടുത്തറിയുകയാണ് വേണ്ടതെന്ന് ഈ കർഷകൻ പറയുമ്പോൾ നമുക്കിടയിൽ മറന്നുപോകുന്ന ഒരു മൂല്യബോധത്തെ അതുണർത്തുന്നു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സൂക്ഷ്മ മൂലക പോഷക മിശ്രിതം അയർ. പച്ചക്കറി കൃഷിക്ക് ആനുകൂല്യം. വിവിധ മേഖലകളിലെ പരിശീലനവുമായി ജില്ലാതല ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. വളരുന്ന വിളകൾക്ക് സൂക്ഷ്മമൂലക സമ്പന്നമായ പോഷക മിശ്രിതമാണ് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത അയർ. കാൽസ്യം, മഗ്നീഷ്യം, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങൾ ശരിയായ അളവിലും അനുപാതത്തിലും ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന അയർ മിശ്രിതം നേന്ത്രവാഴയ്ക്കാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്.
1 കിലോ അയർ 5 വാഴയ്ക്ക് വരെ ഉപയോഗിക്കാം. വാഴനട്ട് 2-ാം മാസവും 4-ാം മാസവും 100 ഗ്രാം എന്ന തോതിൽ മൊത്തം 200 ഗ്രാം അയർ വാഴയുടെ ചുവട്ടിൽ ചേർക്കണം. സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം യഥാസമയം തിരിച്ചറിഞ്ഞ് പോഷകക്കുറവ് വരുത്തുന്ന പ്രശ്നങ്ങൾ മാറ്റുന്നതിന് അയർ ഉപയോഗിക്കാം. തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിലും പടന്നക്കാട് കാർഷിക കോളേജിലും അയർ ലഭ്യമാണ്. സംസ്ഥാന വിത്ത് വികസന അതോറിറ്റിയിൽ ഉമ, ജ്യോതി, കാഞ്ചന, ശ്രേയസ് തുടങ്ങിയ അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്തുകളും പയർ, പച്ചമുളക്, വെള്ളരി, പാവൽ എന്നിവയുടെ പച്ചക്കറി വിത്തുകളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. നെൽവിത്തുകൾ കിലോയ്ക്ക് 39 രൂപ നിരക്കിൽ 30 കിലോ ചാക്കുകളിൽ ലഭിക്കും. വിത്തുകൾ ആവശ്യമുള്ളവർ തൊട്ടടുത്തുള്ള കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ സംസ്ഥാനതല പരിശീലന സ്ഥാപനമായ ചടയമംഗലം നീർത്തട വികസന പരിപാലന പരിശീലന കേന്ദ്രത്തിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2016-17 വർഷത്തേക്ക് വാട്ടർഷെഡ് മാനേജ്മെന്റിലുള്ള 1 വർഷ ഡിപ്ലോമ കോഴ്സ്, വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് മാനേജ്മെന്റിൽ 6 മാസ സർട്ടിഫിക്കറ്റ് കോഴ്സ്, പ്ലാന്റേഷൻ മാനേജ്മെന്റിൽ 1 വർഷ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് എന്നീ വിദൂര പഠന കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷാ ഫോറവും മറ്റ് വിശദമായ വിവരങ്ങളും ഇഗ്നോയുടെ തിരുവനന്തപുരം, കൊച്ചി, വടകര എന്നിവിടങ്ങളിലെ റീജിയണൽ സെന്ററുകളിൽ നിന്നും മറ്റ് ഇഗ്നോ സ്റ്റഡി സെന്ററുകളിൽ നിന്നും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2 34 4113 എന്ന നമ്പറിലോ 0471 2 34 4121 എന്ന നമ്പറിലോ വിളിക്കുക. സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.igno.ac.in. സംസ്ഥാന കൃഷിവകുപ്പ് വെജിറ്റബിൾ ഡെവലപ്മെന്റ് പ്രോഗ്രാം പദ്ധതിയിലൂടെ കേരളത്തിലെ പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകർക്ക് ആനുകൂല്യം നൽകുന്നു. ഹെക്ടറിന് 15,000 രൂപയാണ് ധനസഹായം. താൽപ്പര്യമുള്ള കർഷകർ തൊട്ടടുത്തുള്ള കൃഷിഭവനുകളിൽ അപേക്ഷ സമർപ്പിക്കുക. മൃഗസംരക്ഷണ മേഖലയിൽ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി സംസ്ഥാനത്തെ 12 ജില്ലകളിൽ മൃഗസംരക്ഷണ വകുപ്പ് ജില്ലാതല ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിക്കുന്നു. 15 ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. പ്രവാസി മലയാളികൾ ഉൾപ്പെടെ മൃഗസംരക്ഷണ മേഖലയിൽ നിക്ഷേപിക്കാൻ താൽപ്പര്യമുള്ളവർക്കായി ബാങ്ക് ലോണുകൾ വരെ സംഘടിപ്പിച്ച് നൽകുന്ന ഏകജാലക സംവിധാനമാണ് ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ നടക്കുക. വ്യാവസായിക ഡയറി ഫാമിംഗ്, ബ്രോയിലർ, കോഴിയിറച്ചി, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ഹാച്ചറി മാനേജ്മെന്റ്, വിവിധ മാംസ ഉൽപ്പന്നങ്ങളുടെ സംസ്കരണം എന്നീ വിവിധ മേഖലകളിൽ പരിശീലനവും സബ്സിഡികളും ഒരേ വേദിയിൽ സംഘടിപ്പിച്ച് നൽകുകയാണ് മീറ്റിന്റെ ലക്ഷ്യം. താൽപ്പര്യമുള്ള കർഷകർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസുകളുമായി ബന്ധപ്പെടുക. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 7,800 രൂപ, കോഴിക്കോട് 8,600 രൂപ, തൃശൂരിൽ 7,900 രൂപ. കൊപ്ര കൊച്ചിയിൽ 5,340 രൂപ, കോഴിക്കോട് 5,300 രൂപ, തൃശൂരിൽ 5,450 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68,000 രൂപ, ഗാർബിൾഡ് 71,000 രൂപ. ചുക്ക് മീഡിയം 16,500 രൂപ, ബെസ്റ്റ് 18,000 രൂപ. മഞ്ഞൾ സേലത്ത് 10,400 രൂപ, ഈറോഡിൽ 10,700 രൂപ. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 13,000 രൂപ, 4ാം ഗ്രേഡ് 13,100 രൂപ. കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 13,000 രൂപ, 4ാം ഗ്രേഡ് 13,200 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 7,800 രൂപ, കൊപ്ര 5,340 രൂപ. പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, റോട്ടറി 2,300 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68,000 രൂപ, ഗാർബിൾഡ് 71,000 രൂപ. ചുക്ക് മീഡിയം 16,500 രൂപ, ബെസ്റ്റ് 18,000 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 18,000-നും 19,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 170-നും 180-നും മധ്യേ. തൊണ്ടില്ലാത്തത് 350-നും 370-നും മധ്യേ. ജാതിപത്രി 500-നും 1000-നും മധ്യേ. ഗ്രാമ്പു 760 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 13,000 രൂപ, 4ാം ഗ്രേഡ് 13,100 രൂപ. ഒട്ടുപാൽ 8,600 രൂപ, ലാറ്റക്സ് 9,800 രൂപ. കമ്പോളാവലോകനം. വിലക്കയറ്റത്തോടെയാണ് ഇന്ന് റബ്ബറിന്റെ ഇടപാട് തുടങ്ങിയത്. വിദേശത്ത് വില ഉയർന്നത് കണ്ട് വ്യവസായികൾ കൊച്ചി, കോട്ടയം വിപണികൾക്കൊപ്പം മലബാർ മേഖലയിൽ നിന്നും ഷീറ്റ് സംഭരിച്ചു. റബ്ബർ ഔട്ട്ലെറ്റുകളും ഉയർന്നതിനാൽ സ്റ്റോക്കിസ്റ്റുകൾ ഷീറ്റ് നീക്കം നിയന്ത്രിച്ചു. ചാലപ്പുഴയിൽ നിന്ന് നടന്ന ഇടക്കാലത്തിൽ ഇടപാടുകൾ 20 ടൺ തുടങ്ങി. വരവ് ചുരുങ്ങിയിട്ടും മികച്ച ഇനങ്ങൾക്ക് കിലോ 987 രൂപ മാത്രമാണ് ലഭ്യമായത്. റംസാൻ ആവശ്യങ്ങൾ മുൻനിർത്തി അറബ് രാജ്യങ്ങൾ കൂടുതൽ ഏലക്ക ശേഖരിക്കാം. കുരുമുളക്, ചുക്ക്, മഞ്ഞൾ വിലകൾ ഇടപാടുകളുടെ ആദ്യ പകുതിയിൽ
സ്റ്റഡി നിലവാരത്തിൽ നീങ്ങി. ഉണക്കക്കുറവ് ജാതിയുടെ വിലക്കയറ്റത്തിന് തടസ്സമായി. പാൻ മസാല വ്യവസായികൾ മലബാർ മേഖലയിൽ നിന്ന് അടക്ക ശേഖരിച്ചു. തമിഴ്നാട് കൊപ്ര സംഭരണത്തിന് തുടക്കം കുറിച്ചത് വെളിച്ചെണ്ണയ്ക്ക് നേട്ടമാവും. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.2, 25.2. കൊച്ചി 32, 24. ആലപ്പുഴ 28.9, 24. പുനലൂർ 31, 23. തിരുവനന്തപുരം കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.